എം തോമസ് ഐസക് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് പറയപ്പെടുന്ന ആളും കിഫ്ബി എന്ന ഒരു സ്ഥാപനവും കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ പടുനാശത്തിലേക്ക് നയിച്ച കഥകൾ ചെറുതൊന്നുമല്ല. വലിയ അറിവുള്ള ധനതത്വശാസ്ത്രജ്ഞനാണെന്ന് സ്വയം ഭാവിക്കുകയും വലിയ സിദ്ധാന്തങ്ങൾ ചമയ്ക്കുകയും ചെയ്തുകൊണ്ട് കേരള ജനതയുടെ കണ്ണിൽ പൊടിയിടാൻ ഇദ്ദേഹം എക്കാലത്തും ശ്രമിച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ അഹങ്കാരവും സാമ്പത്തിക മണ്ടത്തരങ്ങളും മാത്രമാണ് ഒടുവിൽ കേരളത്തെ ഇന്നത്തെ ഈ അഗാധമായ കടക്കണിയിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും തള്ളിയിട്ടത്. ഒരു വികസന മാതൃകയെന്ന് ലോകത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നാളത്തെ തലമുറകളുടെ ഭാവി പണയപ്പെടുത്തി ഈ നാടിനെ വലിയൊരു സാമ്പത്തിക ദുരന്തഭൂമിയാക്കി മാറ്റുകയാണ് ഇവർ ചെയ്തത്. വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന ലേബലിൽ ഇവർ കാണിച്ചുകൂട്ടിയ തികഞ്ഞ അപ്രായോഗികതയും കെടുകാര്യസ്ഥതയും മാത്രമാണ് ഇന്ന് കേരളത്തിന്റെ ഖജനാവിനെ പൂർണ്ണമായും ശ്വാസം മുട്ടിക്കുന്നത്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രക്രിയ വേഗത്തിലാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ 1999 നവംബർ 11 കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട് 4 ഓഫ് 2000 പ്രകാരം കിഫ്ബി രൂപീകരിക്കുന്നത്. കെ നായനാർ മുഖ്യമന്ത്രിയായുള്ള അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF സർക്കാരാണ് അന്ന് കേരളം ഭരിച്ചിരുന്നത്. എം തോമസ് ഐസക് ആയിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി. വൈദ്യുതി, റോഡുകൾ, ജലസേചനം, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ജലവിതരണം, ഉൾനാടൻ ജലഗതാഗതം, ഖരമാലിന്യ സംസ്കരണവും ഡ്രെയിനേജും തുടങ്ങിയ പരമ്പരാഗത ഭൗതിക വികസന മേഖലകളിൽ വൻതോതിൽ വിദേശ ആഭ്യന്തര നിക്ഷേപങ്ങൾ ആകർഷിക്കുക, വൻകിട പദ്ധതികൾക്കായി വിപണിയിൽ നിന്ന് സുഗമമായി ഫണ്ട് സമാഹരിക്കുക എന്നിവയായിരുന്നു ഈ സ്ഥാപനം രൂപീകരിക്കുമ്പോൾ സർക്കാർ മുന്നോട്ടു വെച്ച പ്രധാന ഔദ്യോഗിക ലക്ഷ്യങ്ങൾ. 1999 മുതൽ 2006 വരെയുള്ള കാലയളവിലെ കിഫ്ബിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഭരണമാറ്റങ്ങൾക്കും അധികാര കൈമാറ്റങ്ങൾക്കും അപ്പുറം ഈ പ്രസ്ഥാനം കേരളത്തിന്റെ ഖജനാവിനെ എങ്ങനെയാണ് ഒരു വലിയ സാമ്പത്തിക കണിയിലേക്ക് തള്ളിവിട്ടതെന്ന് വ്യക്തമാകും. രൂപീകരണത്തിന് തൊട്ടുപിന്നാലെ പരമ്പരാഗത IAS ഉദ്യോഗസ്ഥർ നിയന്ത്രിച്ചിരുന്ന ധനകാര്യ വകുപ്പിന് കീഴിൽ കിഫ്ബി അതിന്റെ ആദ്യ കടമെടുപ്പ് നടത്തി. വിപണിയിലെ വൻകിട നിക്ഷേപകരെ ലക്ഷ്യമിട്ട് 1.25% എന്ന കടുത്ത പലിശ നിരക്കിൽ ഒന്നാം ഘട്ട ബോണ്ടുകൾ സീരീസ് I പുറത്തിറക്കി 507 കോടി രൂപയാണ് അന്ന് കിഫ്ബി സമാഹരിച്ചത്. എന്നാൽ ഈ വലിയ തുക കൈവശം വന്നിട്ടും സാങ്കേതിക സാമ്പത്തിക വിലയിരുത്തലുകളിൽ ലാഭകരമായ ഒരു പ്രോജക്റ്റും കണ്ടെത്താൻ അന്നത്തെ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. അതിന്റെ ഫലമായി ഒരൊറ്റ വികസന പദ്ധതി പോലും ഈ കാലയളവിൽ തുടങ്ങാൻ സാധിക്കാതെ വരികയും സമാഹരിച്ച 507 കോടി രൂപയും വികസനത്തിന് ഉപയോഗിക്കാതെ സംസ്ഥാന ട്രഷറിയിലേക്ക് വകമാറ്റി സർക്കാരിന്റെ ദൈനംദിന നിത്യനിദാന ചിലവുകൾക്കായി ഉപയോഗിച്ച് തീർക്കുകയുമാണ് ഉണ്ടായത്. തുടർന്ന് 2001 മെയിൽ നടന്ന പൊതുതിരഞ്ഞെടുപ്പോടെ ഭരണമാറ്റമുണ്ടാകുകയും കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തു. കെ ശങ്കരനാരായണൻ ആയിരുന്നു അക്കാലത്തെ ധനകാര്യമന്ത്രി. പിന്നീട് 2004 മുതൽ 2006 വരെയുള്ള ഇതേ ഭരണകാലയളവിന്റെ രണ്ടാം പകുതിയിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായും വക്കം പുരുഷോത്തമൻ ധനകാര്യമന്ത്രിയായും ചുമതലയേറ്റു. ഭരണം മാറിയെങ്കിലും കിഫ്ബിയെ ഒരു യഥാർത്ഥ വികസന ഏജൻസിയാക്കി മാറ്റാൻ ഈ പുതിയ ഭരണകൂടത്തിനും സാധിച്ചില്ല. മുൻ സർക്കാർ വരുത്തിവെച്ച കടുത്ത പലിശ ഭാരം നിലനിൽക്കുമ്പോൾ തന്നെ 2003 ധനമന്ത്രി കെ ശങ്കരനാരായണന്റെ കാലത്ത് കിഫ്ബി വീണ്ടും വിപണിയിൽ നിന്ന് കടമെടുക്കാൻ തീരുമാനിച്ചു. ഇത്തവണ 11% എന്ന ഉയർന്ന പലിശ നിരക്കിൽ അടുത്ത ഘട്ട ബോണ്ടുകൾ സീരീസ് I പുറത്തിറക്കി 506 കോടി രൂപ കൂടി കിഫ്ബി സമാഹരിക്കുകയുണ്ടായി. എന്നാൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തെ അതേ പരാജയം ആവർത്തിച്ചുകൊണ്ട് UDF ഭരണകാലത്തും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ ഒരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയും നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്കോ ഭരണനേതൃത്വത്തിനോ കഴിഞ്ഞില്ല. ഒന്നാം ഘട്ടത്തിലെ പോലെ തന്നെ ഉയർന്ന പലിശയ്ക്ക് എടുത്ത ഈ 506 കോടി രൂപയും വികസന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ സംസ്ഥാന ട്രഷറിയിലേക്ക് തള്ളുകയും സർക്കാരിന്റെ ദൈനംദിന റൂട്ടീൻ ചിലവുകൾക്കായി പൂർണ്ണമായും വകമാറ്റി ചിലവഴിക്കുകയുമാണുണ്ടായത്. ചുരുക്കത്തിൽ 1999 മുതൽ 2006 വരെയുള്ള 7 വർഷത്തെ മൊത്തം കാലയളവ് പരിശോധിച്ചാൽ രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും കിഫ്ബി വഴി സംസ്ഥാനത്തിനുണ്ടായത് വൻ സാമ്പത്തിക ബാധ്യത മാത്രമാണ്. 2 ഘട്ടങ്ങളിലായി സമാഹരിച്ച ആകെ
1013 കോടി രൂപയും വികസനത്തിന് ഉപയോഗിക്കാതെ ട്രഷറി വഴി ദൈനംദിന ചിലവുകൾക്കായി പൂർണ്ണമായും ധൂർത്തടിച്ചു തീർത്തു. ഈ ദീർഘകാലയളവിൽ സംസ്ഥാനത്ത് 0 മൂലധന രൂപീകരണമാണ് നടന്നത് എന്നതിനർത്ഥം കേരളത്തിന് ഒരു പുതിയ ആസ്തി പോലും ഈ പ്രസ്ഥാനം വഴി ലഭിച്ചില്ല എന്നാണ്. ഒരു വശത്ത് വികസനം 0 നിന്നപ്പോൾ മറുവശത്ത് ഈ തുകകളുടെ ഭീമമായ പലിശഭാരം 11% മുതൽ 13.25% വരെ പൊതുജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും വർഷങ്ങളോളം ഖജനാവിന് പേരേണ്ടി വന്നു. ഭാവിയിൽ യാതൊരു നികുതി വരുമാനവും നൽകാത്ത ഒരു വലിയ ഡെഡ് വെയ്റ്റി ബാധ്യത മാത്രമായി ഈ കടം മാറുകയും പദ്ധതികളൊന്നും ചെയ്യാതെ വെറുമൊരു കടമെടുപ്പ് ഇടനിലക്കാരനായി മാറിയതിനാലാണ് പിന്നീട് ഈ പ്രസ്ഥാനം പൂർണ്ണമായും നിശ്ചലമാകാൻ കാരണമായത്. 2006 മുതൽ 2011 വരെയുള്ള കാലയളവിലേക്ക് കടക്കുമ്പോൾ കിഫ്ബി KIIFB പൂർണ്ണമായ നിശ്ചലാവസ്ഥയിലേക്കും വിസ്മൃതിയിലേക്കും ആണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 2006 V.S. അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരികയും TM തോമസ് ഐസക് ധനകാര്യ മന്ത്രിയായി തിരിച്ചെത്തുകയും ചെയ്തു. താൻ ഭാവനയിൽ കണ്ട ഒരു വലിയ വികസന ഏജൻസി പരാജയപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമായിരുന്നു അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത്. മുൻവർഷങ്ങളിൽ വരുത്തിവെച്ച ഭീമമായ പലിശ ബാധ്യതകൾ ഒരു വശത്ത് ഖജനാവിനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നതിനാൽ ഈ കാലയളവിൽ വിപണിയിൽ നിന്ന് പുതിയ വായ്പകളോ ബോണ്ടുകളോ ഇറക്കാൻ കിഫ്ബിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. സാമ്പത്തികമായി ലാഭകരമായ പ്രോജക്റ്റുകൾ കണ്ടെത്താൻ കഴിയാത്ത ആദ്യകാല പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഈ 5 വർഷത്തിനിടയിലും സാധിച്ചില്ല. ആസ്തി നിർമ്മാണമോ പുതിയ പ്രോജക്റ്റുകളോ ഒന്നും തന്നെ ഈ കാലയളവിലും കിഫ്ബി വഴി നടപ്പിലായില്ല. വിപണിയിൽ നിന്ന് പുതിയ വായ്പകൾ സമാഹരിക്കാൻ കഴിയാത്തതും വരുമാനം തരുന്ന സ്വന്തം പ്രോജക്റ്റുകൾ ഇല്ലാത്തതും കാരണം കിഫ്ബി വെറുമൊരു നിഷ്ക്രിയമായ കടലാസ് പ്രസ്ഥാനമായി ഇനാക്റ്റീവ് എൻറ്റിറ്റി മാറി. ഫലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പണം കണ്ടെത്താൻ തുടങ്ങിയ ഒരു ബോർഡ് അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായി പിൻവാങ്ങി ധനകാര്യ വകുപ്പിന്റെ ഫയലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മൃതപ്രായമായ സ്ഥാപനമായി ഈ കാലയളവിൽ മാറിത്തീർന്നു. തുടക്കത്തിൽ കാണിച്ച അപ്രായോഗികമായ ധനമാനേജ്മെന്റ് കാരണം വിപണിയിലുള്ള വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ട ഒരു സ്ഥാപനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത അന്ധാളിപ്പിലായിരുന്നു അന്നത്തെ ഔദ്യോഗിക നേതൃത്വം. 2011 മുതൽ 2016 വരെയുള്ള കാലയളവിലേക്ക് കടക്കുമ്പോൾ കിഫ്ബിയുടെ KIIFB ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അതിജീവന ഘട്ടത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. 2011 മേയിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി UDF സർക്കാർ അധികാരത്തിൽ വരികയും KM മാണി ധനകാര്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു. മുൻവർഷങ്ങളിലെ പരാജയങ്ങളും ഉയർന്ന പലിശ ബാധ്യതകളും കാരണം പൂർണ്ണമായും നിശ്ചലമായി കിടന്നിരുന്ന കിഫ്ബിയെ എന്തു ചെയ്യണം എന്നതായിരുന്നു ഈ സർക്കാരിന് മുന്നിലുണ്ടായിരുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന്. പദ്ധതികൾ ഒന്നും നടപ്പിലാക്കാൻ കഴിയാതെ സ്വന്തമായി വരുമാന സ്രോതസ്സുകളോ ആസ്തികളോ ഇല്ലാത്ത ഒരു വെറും കടലാസ് പ്രസ്ഥാനമായി മാറിയ കിഫ്ബിയെ എന്നേക്കുമായി ഔദ്യോഗികമായി അടച്ചുപൂട്ടാൻ ക്ലോഷർ 2012 ഓടെ സംസ്ഥാന സർക്കാർ ഗൗരവമായി ആലോചനകൾ തുടങ്ങിയിരുന്നു. വിപണിയിൽ നിന്ന് പണം കടമെടുത്ത് ട്രഷറിയിലെ നിത്യനിദാന ചിലവുകൾക്കായി വകമാറ്റുന്നതൊഴിച്ചാൽ മറ്റ് യാതൊരു സാമ്പത്തിക പ്രവർത്തനവും നടത്താത്ത ഈ സ്ഥാപനം അത്രത്തോളം വലിയൊരു പരാജയമായി മാറിയിരുന്നു. എന്നാൽ ഈ അടച്ചുപൂട്ടൽ ഭീഷണി നിലനിൽക്കെയാണ് 2014 ഭാരത സർക്കാരിന്റെ മുൻ കാബിനറ്റ് സെക്രട്ടറി ശ്രീ KM ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ഒരു പ്രത്യേക ഉപദേശക സമിതി രൂപീകരിക്കപ്പെടുന്നത്. പരാജയപ്പെട്ടു കിടക്കുന്ന ഈ സ്ഥാപനത്തെ അടച്ചുപൂട്ടുന്നതിനു പകരം അതിനെ പൂർണ്ണമായും നവീകരിച്ച് ഒരു പ്രൊഫഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിയറായി മാറ്റിയെടുക്കാനുള്ള ഒരു നിർണായക ബ്ലൂപ്രിന്റ് ഈ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ചു. സംസ്ഥാനത്തിന് ആവശ്യമായ വൻകിട ഭൗതിക സാമൂഹിക വികസന പദ്ധതികൾക്ക് തടസ്സമില്ലാതെ ഫണ്ട് നൽകാൻ പാകത്തിൽ കിഫ്ബിയുടെ ഘടനയും നിയമങ്ങളും മാറ്റിയെഴുതണം എന്നതായിരുന്നു ഈ കമ്മിറ്റിയുടെ പ്രധാന ശുപാർശ. ഈ സമിതി നൽകിയ റിപ്പോർട്ട് കിഫ്ബിയെ അടച്ചുപൂട്ടലിൽ നിന്ന് താൽക്കാലികമായി രക്ഷിച്ച ഒരു ആശയരേഖ മാത്രമായിരുന്നു. ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടെങ്കിലും 2011-2016 കാലയളവിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രായോഗികമായ യാതൊരുവിധ നിയമനിർമ്മാണമോ നടപ്പിലാക്കലോ ഇംപ്ലിമെന്റേഷൻ ഉണ്ടായില്ല.
പരാജയപ്പെട്ട കിഫ്ബിയെ മാറ്റിയെടുക്കാനുള്ള വലിയൊരു ബ്ലൂപ്രിന്റ് ആണ് കമ്മിറ്റി മുന്നോട്ടുവെച്ചതെങ്കിലും അന്നത്തെ UDF സർക്കാരിന്റെ കാലാവധി തീരുന്നതുവരെ ആ നിർദ്ദേശങ്ങൾ വെറും ഭരണപരമായ ആലോചനകളായും ഫയലുകളായും ധനകാര്യ വകുപ്പിൽ ഒതുങ്ങി നിന്നു. കിഫ്ബിയെ വിപണിയിലേക്ക് ഇറക്കണമെങ്കിൽ അതിന്റെ 1999 മൂലനിയമത്തിൽ വലിയ ഭേദഗതികൾ വരുത്തണമായിരുന്നുവെങ്കിലും ഈ കാലയളവിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ യാതൊരുവിധ ഭേദഗതി നിയമങ്ങളും പാസ്സാക്കുകയോ സ്ഥാപനത്തിന്റെ ഘടന മാറ്റുകയോ ചെയ്തില്ല. ഫലത്തിൽ റിപ്പോർട്ട് വന്നതിനു ശേഷവും 2016 മേയിൽ ആ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതുവരെ കിഫ്ബി വഴി ഒരൊറ്റ പുതിയ വികസന പദ്ധതിക്കും തുക അനുവദിക്കുകയോ വിപണിയിൽ നിന്ന് പുതിയ ഫണ്ട് സമാഹരിക്കുകയോ ചെയ്യാത്തതിനാൽ സ്ഥാപനം മൃതപ്രായമായ അവസ്ഥയിൽ തന്നെ തുടർന്നു. 2016 മുതൽ 2021 വരെയുള്ള കാലയളവാണ് കിഫ്ബിയുടെ IIFB ചരിത്രത്തിലെ ഏറ്റവും വിവാദപരവും വിനാശകരവുമായ അധ്യായം. മുൻപ് വെറുമൊരു കടലാസ് പ്രസ്ഥാനമായി കിടന്നിരുന്ന ഈ സ്ഥാപനത്തെ ഭരണഘടനാപരമായ ചട്ടങ്ങളും സാമ്പത്തിക സുതാര്യതയും കാട്ടിൽ പറത്തിക്കൊണ്ട് സംസ്ഥാനത്തെ പടുനാശത്തിലേക്ക് നയിച്ച ഒരു സമാന്തര സാമ്പത്തിക അതോറിറ്റിയായി മാറ്റിയെഴുതിയത് ഈ 5 വർഷ കാലയളവിലാണ്. ഈ കാലഘട്ടത്തിൽ നടന്ന ചട്ടലംഘനങ്ങളും കിഫ്ബിയുടെ കെടുകാര്യസ്ഥതയും തികച്ചും വിമർശനാത്മകമായി താഴെ പറയുന്ന രീതിയിൽ വിലയിരുത്താം. 1. ഓഫ് ബജറ്റ് എന്ന വ്യാജേനയുള്ള ഭരണഘടനാ ലംഘനം, ദ ഇല്യൂഷൻ ഓഫ് ബജറ്റ് ബോറോയിങ്. 2016 ഭേദഗതി നിയമത്തിലൂടെ IIFB അമെൻഡ്മെന്റ് ആക്ട് 2016 കിഫ്ബിയെ ഒരു വലിയ കടമെടുപ്പ് യന്ത്രമായി പുനഃസൃഷ്ടിച്ചപ്പോൾ അന്നത്തെ ധനവകുപ്പ് മുന്നോട്ടുവെച്ച പ്രധാന വാദം ഈ കടമെടുപ്പുകൾ ഓഫ് ബജറ്റ് ആണെന്നായിരുന്നു. അതായത് ഈ കടം സർക്കാരിന്റെ നേരിട്ടുള്ള ബാധ്യതയല്ലെന്നും അതിനാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293(3) പ്രകാരം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഔദ്യോഗിക വായ്പാ പരിധിയിൽ ബോറിംഗ് ലിമിറ്റ് ഇത് വരില്ലെന്നുമായിരുന്നു അവരുടെ വ്യാജ പ്രഖ്യാപനം. എന്നാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിയമസഭയുടെ അനുമതിയോ മേൽനോട്ടമോ ഇല്ലാതെ വൻതോതിൽ പൊതുബാധ്യതകൾ ഉണ്ടാക്കുക വഴി സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി പൊതുജനങ്ങളിൽ നിന്നും പാർലമെന്റിൽ നിന്നും മറച്ചുവെക്കാനാണ് ഈ ഓഫ് ബജറ്റ് തന്ത്രം ഉപയോഗിക്കപ്പെട്ടത്. കിഫ്ബി വരുത്തിവെക്കുന്ന കടത്തിന്റെ തിരിച്ചടവിനായി മോട്ടോർ വാഹന നികുതിയുടെ ഒരു പങ്കും പെട്രോൾ സെസ്സും നേരിട്ട് എഴുതി നൽകുക വഴി സംസ്ഥാനത്തിന്റെ ഭാവി വരുമാനത്തെ നിയമസഭയ്ക്ക് പുറത്തുപോകുന്ന ഒരു സമാന്തര ഖജനാവിലേക്ക് ഇവർ പണയപ്പെടുത്തുകയായിരുന്നു. 2. CAG കണ്ടെത്തലുകളും ചട്ടലംഘനങ്ങളും, വയലേഷൻ ഓഫ് ഫിനാൻഷ്യൽ റൂൾസ്. ഈ കാലയളവിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങളാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG കണ്ടെത്തിയത്. വിദേശ വിപണിയിൽ നിന്ന് പണം സമാഹരിക്കാനായി 9.56% എന്ന കനത്ത പലിശ നിരക്കിൽ അന്താരാഷ്ട്ര മസാല ബോണ്ടുകൾ ഇറക്കിയ ആദ്യ സംസ്ഥാന ഏജൻസിയായി കിഫ്ബി മാറിയത് ഈ ഘട്ടത്തിലാണ്. വിദേശത്തുനിന്ന് കടമെടുക്കാനുള്ള അധികാരം ഭരണഘടനാനുസൃതമായി കേന്ദ്ര സർക്കാരിന് മാത്രമായിരിക്കെ കിഫ്ബി നേരിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് വായ്പയെടുത്തത് ഭരണഘടനാ ലംഘനമാണെന്ന് CAG ചൂണ്ടിക്കാണിച്ചു. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനത്തിന്റെ വരുമാനം ഗ്യാരണ്ടിയായി കാണിച്ച് വിദേശ പണം സ്വീകരിച്ചത് രാജ്യത്തിന്റെ ഫെഡറൽ സാമ്പത്തിക ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമായിരുന്നു. 3. തികഞ്ഞ കെടുകാര്യസ്ഥതയും വായ്പകളുടെ ദുരുപയോഗവും, ഇൻഎഫിഷ്യന്റ് ലയബിലിറ്റി മാനേജ്മെന്റ്. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് ഭാവിക്കുന്നവരുടെ തികഞ്ഞ അപ്രായോഗികത ഏറ്റവും കൂടുതൽ പ്രകടമായത് ഇക്കാലത്തെ ഫണ്ട് മാനേജ്മെന്റിലാണ്. വിപണിയിൽ നിന്നും വൻകിട ദേശീയ ധനകാര്യ ഏജൻസികളിൽ നിന്നും ഉയർന്ന പലിശയ്ക്ക് വൻതോതിൽ പണം കടമെടുത്ത് കൂട്ടിയെങ്കിലും അവ കൃത്യസമയത്ത് പദ്ധതികൾക്കായി വിനിയോഗിക്കാൻ കിഫ്ബിക്ക് കഴിഞ്ഞില്ല. കോടികൾ വായ്പയായി എടുത്ത ശേഷം പ്രോജക്റ്റുകൾ ഭൂമിയിൽ നടപ്പിലാകാതിരുന്നതിനാൽ ഈ തുക മുഴുവൻ വാണിജ്യ ബാങ്കുകളിൽ കുറഞ്ഞ പലിശയ്ക്ക് നിക്ഷേപിക്കുകയാണ് കിഫ്ബി ചെയ്തത്. ഉയർന്ന പലിശയ്ക്ക് കടമെടുത്ത് കുറഞ്ഞ പലിശയ്ക്ക് ബാങ്കിൽ നിക്ഷേപിക്കുക വഴി കോടിക്കണക്കിന് രൂപയുടെ അറ്റനഷ്ടമാണ് നെഗറ്റീവ് കാരി ഇവർ ഖജനാവിന് വരുത്തിവെച്ചത്. പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിലും കൃത്യസമയത്ത് നടപ്പിലാക്കുന്നതിലും ഉണ്ടായ പരാജയം മറച്ചുവെക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാലയളവിൽ കിഫ്ബി ഫണ്ടുകൾ ബാങ്കുകളിൽ കെട്ടിക്കിടന്നത്. 4. രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായുള്ള ധൂർത്ത്, പൊളിറ്റിക്കൽ ആൻഡ് റീജിയണൽ മിസ്യൂട്ടിലൈസേഷൻ.
സംസ്ഥാനത്തിന്റെ സമഗ്രമായ വികസനത്തിനു വേണ്ടിയല്ല, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും തദ്ദേശീയമായി വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്നതിനുമുള്ള ഒരു ഉപകരണമായിട്ടാണ് കിഫ്ബിയെ ഭരണനേതൃത്വം ദുരുപയോഗം ചെയ്തത്. കൃത്യമായ സാമ്പത്തിക ലാഭമോ ഉൽപാദനക്ഷമതയോ ഇല്ലാത്ത പ്രോജക്റ്റുകൾക്ക് പോലും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫണ്ടുകൾ വാരിക്കോരി നൽകി. യാതൊരുവിധ സാമ്പത്തിക വരുമാനവും തിരികെ നൽകാത്ത പ്രോജക്റ്റുകളിൽ കോടികൾ നിക്ഷേപിച്ചതുവഴി ഈ കടങ്ങൾ എങ്ങനെ തിരിച്ചടക്കുമെന്ന കാര്യത്തിൽ കിഫ്ബിക്കോ ധനവകുപ്പിനോ യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ 2016-2021 കാലയളവ് എന്നത് വികസനത്തിന്റെ തിളങ്ങുന്ന ലേബലൊട്ടിച്ച് കേരളത്തെ ഒരു സാമ്പത്തിക അഗാധതയിലേക്ക് തള്ളിയിട്ട കാലമായിരുന്നു. വലിയ വികസന നായകരെന്ന ഖ്യാതിക്ക് വേണ്ടി നിയമങ്ങളും ഭരണഘടനയും കാറ്റിൽ പറത്തി കിഫ്ബി വഴി വരുത്തിവെച്ച ഈ സാന്ദ്ര കടബാധ്യതകൾ തന്നെയാണ് ഒടുവിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നതിലേക്ക് നയിച്ചതും കേരളത്തെ പൂർണ്ണമായ ശ്വാസം മുട്ടലിലേക്ക് എത്തിച്ചതും. 2016-2021 കാലയളവിൽ വിതച്ച വിനാശകരമായ സാമ്പത്തിക മണ്ടത്തരങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും കൈപ്പേറിയ ഫലങ്ങൾ കൊയ്യുന്നതിനൊപ്പം കിഫ്ബി KIIFB എന്ന ഈ പരീക്ഷണത്തിലൂടെയുള്ള സാമ്പത്തിക കെടുകാര്യസ്ഥത 2021 മുതൽ 2026 വരെയുള്ള കാലയളവിലും കൂടുതൽ ദയനീയമായ രീതിയിൽ തുടരുകയാണുണ്ടായത്. ഈ കാലഘട്ടത്തെയും തികച്ചും വിമർശനാത്മകമായി താഴെ പറയുന്ന രീതിയിൽ വിലയിരുത്താം. 2021 പുതിയ സർക്കാർ അധികാരമേറ്റപ്പോൾ ധനമന്ത്രി സ്ഥാനത്തേക്ക് KN ബാലഗോപാൽ വന്നതിനു ശേഷം കിഫ്ബി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിച്ചത്. കഴിഞ്ഞ ഭരണകാലത്ത് ഓഫ് ബജറ്റ് എന്ന വ്യാജേന കിഫ്ബി വഴി അനിയന്ത്രിതമായി നടത്തിയ കടമെടുപ്പുകൾ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക കടം തന്നെയാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയവും പൊതുക്കണക്ക് സമിതികളും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇതിന്റെ നേരിട്ടുള്ള ശിക്ഷയെന്നോണം കിഫ്ബി എടുത്ത വായ്പകളുടെ അത്രയും തുക കേരളത്തിന്റെ ഔദ്യോഗിക വായ്പാ പരിധിയിൽ നെറ്റ് ബോറോയിങ് സീലിംഗ് നിന്ന് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി. ഇതോടെ സംസ്ഥാന ഖജനാവിലേക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കായി പണമെടുക്കാൻ കഴിയാതെ കേരളം ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ശ്വാസമുട്ടലിലേക്കും ട്രഷറി നിയന്ത്രണങ്ങളിലേക്കും വീണുപോയി. വലിയൊരു വികസന മാതൃകയെന്ന് തോമസ് ഐസക് അവകാശപ്പെട്ട പ്രസ്ഥാനം ഒടുവിൽ സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ ബാധ്യതയായി മാറിത്തീർന്നു. ഈ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതോടെ 2021-2026 കാലയളവിൽ കിഫ്ബിക്ക് വിപണിയിൽ നിന്ന് പുതിയ ഫണ്ടുകളോ ബോണ്ടുകളോ വഴി പണം സമാഹരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. പണം വരാനുള്ള വഴികൾ അടഞ്ഞതോടെ മുൻപ് പ്രഖ്യാപിച്ച ആയിരക്കണക്കിന് പ്രോജക്റ്റുകൾ വെറും കടലാസിലൊതുങ്ങുകയും കരാറുകാർക്ക് മാസങ്ങളോളം പണം നൽകാതിരിക്കുകയും ചെയ്തു. ആദ്യകാലത്ത് ഉയർന്ന പലിശയ്ക്ക് എടുത്ത മസാല ബോണ്ടുകളുടെയും മറ്റ് ആഭ്യന്തര വായ്പകളുടെയും തിരിച്ചടവ് കാലാവധി മെച്യൂരിറ്റി ഈ കാലയളവിലാണ് എത്തിച്ചേർന്നത്. പ്രോജക്റ്റുകളിൽ നിന്ന് യാതൊരുവിധ സാമ്പത്തിക വരുമാനവും ഉണ്ടാകാതിരുന്നതിനാൽ ഈ വൻകിട കടങ്ങൾ വീട്ടാൻ വേണ്ടി മാത്രം സംസ്ഥാനത്തിന്റെ മോട്ടോർ വാഹന നികുതിയും പെട്രോൾ സെസ്സും ഖജനാവിൽ നിന്ന് കിഫ്ബിയിലേക്ക് നേരിട്ട് ഒഴുക്കേണ്ടി വന്നു. ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച അധിക നികുതിഭാരം മുഴുവൻ വികസനത്തിന് ഉപയോഗിക്കുന്നതിന് പരം മുൻപ് കാട്ടിക്കൂട്ടിയ ധൂർത്തിന്റെ പലിശയും മുതലും അടച്ചു തീർക്കാൻ മാത്രമാണ് ഈ 5 വർഷത്തിനിടയിൽ വിനിയോഗിക്കപ്പെട്ടത്. ചുരുക്കത്തിൽ 2021 മുതൽ 2026 വരെയുള്ള കാലഘട്ടം കിഫ്ബി എന്ന വഞ്ചനാപരമായ സാമ്പത്തിക പരീക്ഷണത്തിന്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് അടിവരയിട്ടു. ഒരു വലിയ ധനതത്വശാസ്ത്രജ്ഞന്റെ ഭാവനയിൽ വിരിഞ്ഞ ഈ സ്ഥാപനം ഒടുവിൽ കേരളത്തെ എത്തിച്ചത് 56,000 കോടിയിലധികം രൂപയുടെ ഭീമമായ ബാധ്യതയിലേക്കാണ്. വിപണിയിൽ നിന്ന് പണം വാരുന്ന ഒരു മാന്ത്രിക പെട്ടി എന്ന വ്യാജേന അവതരിപ്പിക്കപ്പെട്ട കിഫ്ബി വരും തലമുറകളുടെ ഭാവി വരുമാനം പോലും പണയപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ പൂർണ്ണമായ ഒരു പിച്ചച്ചട്ടിയിലേക്ക് തള്ളിയിട്ട ഒരു വിനാശകരമായ കടമെടുപ്പ് പരീക്ഷണമായി ഈ കാലയളവോടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. നിയമസഭയിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ VD സതീശൻ സമർപ്പിച്ച കേരളത്തിന്റെ ധനസ്ഥിതി ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് കേരളാസ് ഫിസ്ക്കൽ ഹെൽത്ത് സ്റ്റേറ്റസ് റിപ്പോർട്ട് എന്ന ധനകാര്യ ശ്വേതപത്രത്തോടെ വൈറ്റ് പേപ്പർ ഈ വലിയ സാമ്പത്തിക വഞ്ചനയുടെയും മണ്ടത്തരങ്ങളുടെയും പൂർണ്ണരൂപം ഔദ്യോഗികമായി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടപ്പെട്ടിരിക്കുകയാണ്. മുൻ കാബിനറ്റ് സെക്രട്ടറി KM
ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി തയ്യാറാക്കിയ ഈ 195 പേജുള്ള ഔദ്യോഗിക രേഖ കിഫ്ബിക്ക് IIFB വരുത്തിവെച്ച വിനാശകരമായ ബാധ്യതകളെയും ചട്ടലംഘനങ്ങളെയും തികച്ചും ഞെട്ടിപ്പിക്കുന്ന കണക്കുകളോടെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കിഫ്ബിയെക്കുറിച്ച് ശ്വേതപത്രത്തിലുള്ള പ്രധാന കണ്ടെത്തലുകൾ താഴെ പറയുന്നവയാണ്. 1. 56,000 കോടി രൂപയുടെ ഭീമമായ ബാധ്യത. രൂപ 56,000 ക്രോർ ബർഡൻ. കിഫ്ബി എന്ന പരീക്ഷണം ഇന്ന് കേരളത്തിന് മുന്നിൽ അവശേഷിപ്പിച്ചിരിക്കുന്നത് 56,000 കോടി രൂപയുടെ ഭീമായ സാമ്പത്തിക ബാധ്യതയാണെന്ന് ശ്വേതപത്രം വ്യക്തമാക്കുന്നു. ഇതിൽ 21,000 കോടി രൂപ കിഫ്ബി വിപണിയിൽ നിന്ന് കടമെടുത്ത് നിലവിൽ വീട്ടാനുള്ള അറ്റ വായ്പാ ബാധ്യതയാണ്, എംമെറ്റ് ലോൺ ലൈബിലിറ്റി. ഇതിനു പുറമെ മുൻപ് രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെ പുറത്ത് അനുമതി നൽകി വെച്ചിരിക്കുന്നതും എന്നാൽ ഇതുവരെ പണം നൽകിയിട്ടില്ലാത്തതുമായ 35,000 കോടി രൂപയുടെ പദ്ധതികളുടെ ബാധ്യതയും ഇതിലൂടെ സർക്കാരിന്റെ തലയിലായിരിക്കുകയാണ്. 2. രണ്ടാം സർക്കാർ എന്ന സമാന്തര അധികാരം. പാരലൽ ഗവൺമെന്റ്. കിഫ്ബി എന്ന സ്ഥാപനം അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ച് നിയമസഭയോട് യാതൊരു ഉത്തരവാദിത്തവുമില്ലാത്ത ഒരു സമാന്തര ഗവൺമെന്റ് സെക്കൻഡ് ഗവൺമെന്റ് ആയി മാറിയെന്ന് ശ്വേതപത്രം കുറ്റപ്പെടുത്തുന്നു. സ്വന്തമായി ബജറ്റും സ്വന്തമായി വായ്പാ പദ്ധതികളും സ്വന്തമായി പ്രോജക്ട് പൈപ്പ്ലൈനുകളുമായി മാറിയ കിഫ്ബിക്ക് മേൽ ജനാധിപത്യപരമായ യാതൊരുവിധ ചിലവ് നിയന്ത്രണങ്ങളോ നിയമസഭാ മേൽനോട്ടങ്ങളോ ഉണ്ടായിരുന്നില്ല. 3. കടുത്ത പലിശഭാരവും ബാങ്കിലെ നിക്ഷേപ ധൂർത്തും. ഹയർ ഫൈനാൻസിംഗ് കോസ്റ്റ്സ്. വലിയ സാമ്പത്തിക വിദഗ്ധരെന്ന ലേബലിൽ വന്ന് കിഫ്ബി കാണിച്ചുകൂട്ടിയ ഏറ്റവും വലിയ മണ്ടത്തരം ശ്വേതപത്രം തുറന്നുകാട്ടുന്നുണ്ട്. സംസ്ഥാന സർക്കാർ നേരിട്ട് കടമെടുക്കുന്നതിനേക്കാൾ 1.5 മുതൽ 2% വരെ ഉയർന്ന പലിശ നിരക്കിലാണ് കിഫ്ബി വിപണിയിൽ നിന്നും അന്താരാഷ്ട്ര മസാല ബോണ്ടുകൾ വഴിയും പണം കടമെടുത്തത്. കിഫ്ബി ഇതുവരെ ആകെ സമാഹരിച്ച 42,053 കോടി രൂപയുടെ വായ്പകളിൽ 10,000 കോടിയിൽ താഴെ രൂപ മാത്രമാണ് മുതലായി തിരിച്ചടക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇക്കാലയളവിൽ നൽകേണ്ടി വന്ന പലിശ മാത്രം 10,198 കോടി രൂപയായി ഉയർന്നു. അതായത് തിരിച്ചടച്ച മുതലിനേക്കാൾ വലുതാണ് പലിശഭാരം. ഉയർന്ന പലിശയ്ക്ക് എടുത്ത പണം പ്രോജക്റ്റുകൾ നടത്താതെ വാണിജ്യ ബാങ്കുകളിൽ കുറഞ്ഞ പലിശയ്ക്ക് നിക്ഷേപിച്ചതുവഴി കോടികളുടെ അറ്റനഷ്ടമാണ് നെഗറ്റീവ് ക്യാരി ഇവർ വരുത്തിവെച്ചത്. 4. നികുതി പണയപ്പെടുത്തലും ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടലും. ഡൈവേർട്ടിംഗ് സ്റ്റേറ്റ് റവന്യൂ. സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതി വരുമാനമായ മോട്ടോർ വാഹന നികുതിയുടെ 50% തുക 2025-26 മാത്രം 3,300 കോടി രൂപ ഖജനാവിലേക്ക് വരാതെ കിഫ്ബിയുടെ എസ്ക്രോ അക്കൗണ്ടിലേക്ക് നേരിട്ട് വകമാറ്റുന്നത് തുടരുകയാണ്. ശ്വേതപത്രം ഇതിനെ കഠിനമായി വിമർശിക്കുന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ തനത് നികുതി വരുമാനം ഇങ്ങനെ ഒരു സമാന്തര സ്ഥാപനത്തിന്റെ കടം വീട്ടാൻ മാറ്റിവെക്കുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 5. രാഷ്ട്രീയ മുൻഗണനകളും പ്രാദേശിക വിവേചനവും. പൊളിറ്റിക്കൽ പ്രയോറിറ്റൈസേഷൻ. ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല കിഫ്ബി പ്രോജക്റ്റുകൾ വിഭജിച്ചതെന്ന് ശ്വേതപത്രം തെളിവ് സഹിതം വ്യക്തമാക്കുന്നു. കിഫ്ബി വിതരണം ചെയ്ത ആകെ തുകയുടെ പകുതിയോളം, ഏകദേശം 50%, കണ്ണൂർ 20.4%, തിരുവനന്തപുരം 17%, എറണാകുളം 11% എന്നീ 3 ജില്ലകൾക്ക് മാത്രമായാണ് നൽകിയത്. ഇതിൽ മുൻ മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകമായ കണ്ണൂരിനാണ് സിംഹഭാഗവും ലഭിച്ചത്. അതേസമയം അർഹതപ്പെട്ട പിന്നാക്ക ജനഭാഗങ്ങൾക്കായുള്ള SC/SC വെൽഫെയറിന് ആകെ തുകയുടെ 0.7%, ST/ST വെൽഫെയറിന് വെറും 0.02% മാത്രമാണ് നൽകിയതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 6. ഫോറൻസിക് ഓഡിറ്റും കടുത്ത ശുപാർശകളും. ഫോറൻസിക് ഓഡിറ്റ് ആൻഡ് ഓവർഹോൾ റിക്വയർഡ്. കിഫ്ബിയുടെ കടമെടുപ്പുകൾ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വായ്പാ പരിധിയെ ബാധിച്ചതോടെ ഓഫ് ബജറ്റ് എന്ന വഞ്ചനാപരമായ തന്ത്രത്തിന്റെ പ്രസക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശ്വേതപത്രം മുന്നോട്ടുവെക്കുന്ന അടിയന്തര ശുപാർശകൾ ഇവയാണ്. കിഫ്ബിയുടെ 2016 ഭേദഗതി നിയമം അടിയന്തരമായി മാറ്റിയെഴുതാൻ. ഇനിമേൽ കിഫ്ബിക്ക് സ്വതന്ത്രമായി വിപണിയിൽ നിന്ന് കടമെടുക്കാനുള്ള അധികാരം ഇൻഡിപെൻഡന്റ് ബാറോയിങ് പൂർണ്ണമായും നിർത്തലാക്കണം.
വിവാദപരമായ അന്താരാഷ്ട്ര മസാല ബോണ്ട് ഇറക്കിയതിലെ യഥാർത്ഥ ചിലവുകൾ, വൻതോതിൽ നൽകിയ കൺസൾട്ടൻസി പണമിടപാടുകൾ, ബാങ്കുകളിൽ പണം തിരിച്ചിട്ട് വരുത്തിയ അനാവശ്യ ചിലവുകൾ എന്നിവയെക്കുറിച്ച് അടിയന്തരമായി ഒരു ഫോറൻസിക് ഓഡിറ്റ് നടത്തണം. ചുരുക്കത്തിൽ, ഒരു വലിയ ധനതത്വശാസ്ത്രജ്ഞന്റെ ലേബലിൽ വന്ന് തോമസ് ഐസക് കാട്ടിയ കിഫ്ബി എന്ന അഹങ്കാരത്തിന്റെ പരീക്ഷണം ഒടുവിൽ കേരളത്തിന്റെ ഔദ്യോഗിക പൊതുധനവിനിയോഗത്തെയും വായ്പാ പരിധികളെയും തകർത്ത് സംസ്ഥാനത്തെ 5.07 ലക്ഷം കോടിയുടെ മൊത്തം കടക്കെണിയിലേക്ക് തള്ളിയിട്ട ഒരു കറുത്ത അധ്യായമായി മാറിയെന്ന് ശ്വേതപത്രം അടിവരയിടുന്നു. കിഫ്ബി കേരളത്തിന്റെ സാമ്പത്തിക ഘടനയെ എങ്ങനെയെല്ലാം ബാധിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഈ ചർച്ച പൂർണ്ണമായി മനസ്സിലാക്കാൻ നിയമസഭയിൽ അവതരിപ്പിച്ച ധനകാര്യ ശ്വേതപത്രത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ സഹായിക്കും.